ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോയില് നമ്മുടെ അലീനയും ബാലചന്ദ്രനും ഒടുവിൽ നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിൽ എത്തിച്ചേരുവാട്ടോ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അലീന ഭയങ്കരമായിട്ട് പരിഭ്രമിച്ചാണ് ആ വീടിന്റെ പടി കയറുന്നത് തന്നെ. അല്ല, ഭയങ്കരമായിട്ട് പേടിച്ചാണ് അവിടുത്തെ പട്ടികളെ എല്ലാം കാണുമ്പോൾ, പണിക്കാരൊക്കെ കാണുമ്പോൾ നമ്മുടെ അലീന ഭയങ്കരമായിട്ട് പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ശേഷം നമ്മുടെ സ്റ്റാൻലി ജോസഫിനെയും കാണുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് നമ്മുടെ അലീനയുമായിട്ട് കാണുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും, അച്ഛനറിയാം ഇത് മകളാണെന്ന്, മകൾക്കറിയാത് അച്ഛനാണെന്ന്, അപ്പൊ എങ്ങനെയായിരിക്കുമല്ലോ ആ നിമിഷങ്ങള്. കട്ട വെയിറ്റിംഗ് ആണ്. അപ്പുറത്ത് നമ്മുടെ വൈജയന്തി തിരികെ നമ്മുടെ ബാലചന്ദ്രന്റെ വീട്ടിലെത്തുന്നു. വന്ന പാടെ തന്നെ കുറെ നിയമങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. അതായത്, ഇവിടെ അലീന ഉപയോഗിച്ച ഒരു സാധനം പോലും ഇനി ഉണ്ടാവരുത്, അതൊക്കെ കത്തിച്ചു കളഞ്ഞോളണം എന്നാണ് നമ്മുടെ വൈജയന്തിയുടെ എന്താണ് പറയാ ഉത്തരവ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ബബിതയും കൃഷ്ണയും രോഹിത്തും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ മനുവും നമ്മുടെ വൈജയന്തിക്കൊപ്പം അവിടെ എത്തുന്നുണ്ട്. വൈജയന്തിനെ ആക്കാൻ വേണ്ടി വരുവാണ്. മനു പറയുന്നുണ്ട്, ആന്റി ഇങ്ങനെ എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കോ, ആന്റീനെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അലീന എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വൈജയന്തിക്ക്. അപ്പോൾ വൈജയന്തി അത് കേട്ടിട്ട് ഇങ്ങനെ ആകപ്പാടെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാകുമല്ലോ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ബാലചന്ദ്രൻ തിരികെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇനി യഥാർത്ഥ കഥ തുടങ്ങുന്നത്. അല്ലെ കൂട്ടുകാരെ, കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.